ഇന്ന് സിറ്റിയിൽ നിങ്ങൾക്കൊരു 2 BHK വാങ്ങിക്കണമെങ്കിൽ മിനിമം പ്രൈസ് ഈസ് 1 crore. അത് ബാംഗ്ലൂരിൽ നിന്ന് മാത്രമല്ല, ഈവൺ ഇൻ കൊച്ചിൻ, ഈവൺ ഇൻ തൃശ്ശൂർ ഒരു 2 BHK is going for 80 to 1 CR. അപ്പോൾ ഇൻ 2025 ആർക്കാണ് ഈ 1 കോടി രൂപയുടെ 2 BHK അഫോർഡ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ 1 കോടി രൂപയുടെ ഫ്ലാറ്റ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആർ യു എലിജിബിൾ സോ ദാറ്റ് യു ലീവ് എ കംഫർട്ടബിൾ ലൈഫ് വിത്ത് ഹോം ലോൺ? മാത്രമല്ല, വൺസ് യു ടേക്ക് ദിസ് ഹോം ലോൺ, 70 ലക്ഷം രൂപയുടെ ഹോം ലോണിന് യു ഹാവ് ടു പേ 70 lakhs ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റിൽ നിന്ന് എങ്ങനെ ലക്ഷങ്ങൾ കുറയ്ക്കാം? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ഡിസ്കഷൻ ടോപ്പിക്സ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ടു മൈ ന്യൂ വീഡിയോ. ഹൂ ക്യാൻ അഫോർഡ് എ 1 crore ഹോം ലോൺ ഇൻ എ കംഫർട്ടബിൾ വേ വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ ക്വാളിറ്റി ഓഫ് ലൈഫ്? എൻ്റെ ഒരു റിസർച്ച് പ്രകാരം ഇന്ന് നിങ്ങൾക്ക് മാസവരുമാനം 2 ലക്ഷം രൂപ, മാത്രമല്ല ഒരു 60 ലക്ഷം രൂപ ബാങ്കിൽ, 30 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റും 30 ലക്ഷം രൂപ സൺട്രി കോസ്റ്റുകൾ, അതായത് കുറച്ച് അല്ലറ ചില്ലറ എക്സ്പെൻസസ്, വൺ ടൈം എക്സ്പെൻസസ്, ഇത്രയും രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലാണ് 2025 നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ഹോം ലോൺ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ലോജിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ് 50-30-20 റൂൾ. US സെനറ്ററായ എലിസബത്ത് വാറന്റെ ബുക്കിലൂടെ ഫേമസ് ആയ ഒരു ഫിനാൻസ് റൂളാണ് 50-30-20 റൂൾ. പേഴ്സണൽ ഫിനാൻസ് റൂളുകളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് കം സേവിംഗ് റൂളാണ് 50-30-20 റൂൾ. ഈ 50-30-20 റൂൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 50% ഓഫ് യുവർ ഇൻകം ഷുഡ് ബി അലോക്കേറ്റഡ് ടുവേർഡ്സ് യുവർ നീഡ്സ്, 30% ടുവേർഡ്സ് യുവർ വാണ്ട്സ് ആൻഡ് 20% ടുവേർഡ്സ് യുവർ സേവിങ്സ്. ഈ നീഡ്സ് എന്താ? റൊട്ടി കപ്പട മക്കാൻ, അതായത് വീട്, ഭക്ഷണം, ഹെൽത്ത്, ഇൻഷുറൻസ്, ഈ ചെലവുകളെല്ലാം നിങ്ങളുടെ ഇൻകത്തിന്റെ 50% ഉള്ളിൽ നിങ്ങൾ ഒതുക്കണം. അടുത്ത 30% നിങ്ങളുടെ വാണ്ടുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവാക്കണം. അതായത് ഒന്ന് പുറത്തു പോയി കഴിക്കുക, ഒന്ന് ട്രിപ്പ് അടിക്കുക, ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ ഈ സമ്പാദിച്ചു കൂട്ടിയതൊന്നും നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി നിങ്ങളൊരു 30% ഓഫ് യുവർ ഇൻകം മാറ്റി വെക്കണം എന്നാണ് ഈ റൂള് പറയുന്നത്. ബാക്കി 20% നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ കുറച്ച് അതർ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ഈ റൂള് പ്രകാരം നിങ്ങളുടെ ടേക്ക് ഹോം നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ബിൽഡ് അസെറ്റ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ ദി ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ എല്ലാ EMIകളും, യൂട്ടിലിറ്റി കോസ്റ്റുകളും, ഭക്ഷണ കോസ്റ്റുകളും 50%നുള്ളിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പുതിയ ഡെപ്റ്റുകൾ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ യു ക്ലിയർലി കാൺഡ് അഫോർഡ് എ ഹോം. നിങ്ങളത് പിന്നീട് കടക്കണിയിലേക്കും വളരെ ചുരുങ്ങിയ ജീവിതത്തിലേക്കും നിങ്ങളെ നയിക്കും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഈ റൂള് പ്രകാരം 2 ലക്ഷം രൂപ ശമ്പളം ഉള്ളവനാണ് 1 ലക്ഷം രൂപ അവന്റെ നീഡ്സിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അതായത് കാർ ലോൺ ഉണ്ടെങ്കിൽ ആ EMIയും കുറച്ച് യൂട്ടിലിറ്റി കോസ്റ്റുകളും ബാക്കി ഫുഡ് എക്സ്പെൻസസും കഴിഞ്ഞിട്ട് ഒരു 60,000 രൂപ ഹോം ലോണിലേക്ക് മാറ്റി വെക്കണമെങ്കിൽ പുള്ളിക്ക് മിനിമം 2 lakhs ടേക്ക് ഹോം സാലറി ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞ 2 ലക്ഷം രൂപയുടെ സാലറി ലിമിറ്റിൽ എത്തിയത്. ഇനി 30 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ്ലി 30% ആണ് ഞാനത് കണക്ക് കൂട്ടിയത്. ഇതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപ വിലയുള്ള വീടൊക്കെ ഹോം ലോൺ എടുക്കുമ്പോൾ ബാങ്ക് നമുക്ക് മാക്സിമം തരാൻ പോകുന്നത് 75% ഓഫ് ദ ഹോം വാല്യൂ ആണ്, അതായത് 75 ലക്ഷം രൂപ. അപ്പൊ നമ്മൾ 25 ലക്ഷം രൂപ എന്തായാലും ബാങ്കിന്റെ സ്റ്റിപ്പുലേറ്റഡ് രീതിയിൽ നമ്മൾ അടയ്ക്കണം. അപ്പൊ അതിനേക്കാൾ ഒരു 5 ലക്ഷം കൂടെ നമ്മൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിന് മുമ്പിൽ നമ്മളൊരു റീപേയിങ് കപ്പാസിറ്റി ആയിട്ടുള്ള ഒരു ലെൻഡർ ആണെന്നാണ് അവിടെ നമ്മളെ പോർട്രേ ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റുകളും കൂടുതൽ ഓഫേഴ്സും ബാങ്ക് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാക്സിമം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വി ഷുഡ് പേ 30% ഓർ 30 lakhs ബിക്കോസ് ഇറ്റ്സ് 1 crore ഹോം ലോൺ വി ആർ ഡിസ്കസിങ്. ഇനി മൂന്നാമത്തെ ഒരു 30 ലക്ഷം രൂപ ഞാൻ മാറ്റി വെക്കണമെന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സൺട്രി കോസ്റ്റുകൾക്കാണ്. അതായത് ചില സൺട്രി കോസ്റ്റുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വൺ ടൈം എക്സ്പെൻസസിനെയാണ് ഈ സൺട്രി കോസ്റ്റ് എന്ന് പറയുന്നത്, അതർ ദാൻ ദി ഹോം വാല്യൂ. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ 6%, ഇവിടെ 1 കോടി ആയതുകൊണ്ട് 6 ലക്ഷം, ബ്രോക്കറേജ് 2 ലക്ഷം, ഇന്റീരിയർ ഡിസൈനിങ്ങിന് ഒരു 10 ലക്ഷം, GST ഒരു 5 ലക്ഷം, പിന്നെ മെയിൻ്റനൻസ് ഫണ്ടും
ബാക്കി ലോൺ ഫീസ്, ഈ ഫീസ് ആ ഫീസ് എന്നൊക്കെ പറഞ്ഞ് ഒരു 7 ലക്ഷം, അങ്ങനെ മൊത്തം ഒരു 30 ലക്ഷം രൂപ നിങ്ങൾക്ക് ഹോമിന്റെ വാല്യൂവിന്റെ മുകളിൽ ചെലവാക്കേണ്ടി വരും ഇന്ന് ഒരു 2 BHK ഒരു മെട്രോ സിറ്റിയിൽ വാങ്ങിക്കണമെങ്കിൽ. അങ്ങനെ ഈ ചെലവുകളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൂട്ടുമ്പോൾ 1 കോടി രൂപയുടെ വീട് നിങ്ങൾ വാങ്ങിച്ച് അതിന്റെ പലിശ അടച്ചു തീർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നത് ഓൾമോസ്റ്റ് 2 കോടി രൂപയാണ്. ഇതിലെ മേജർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റിൽ നിന്ന് എങ്ങനെ ലക്ഷങ്ങൾ കുറയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ഇനി അടുത്ത കുറച്ച് നിമിഷം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശമായിട്ടാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. യു ക്യാൻ ചൂസ് ടു ഫോളോ ഇൻഡിവിജ്വൽ ടിപ്സ്, അല്ലെങ്കിൽ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി പോലെ നിങ്ങളുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്ത് ഇൻട്രസ്റ്റ് കുറയ്ക്കാം. ഈ ഹോം ലോൺ ഇൻട്രസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ രസകരമായ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ബാങ്ക് ലോണിനെ ഒരു റിവേഴ്സ് SWP എന്നാണ് ഫിനാൻസിലുള്ളവർ പറയുക. കാരണം ബാങ്ക് ഒരു ബൾക്ക് എമൗണ്ട് നമുക്ക് തന്നിട്ട് എല്ലാ മാസവും ഇൻട്രസ്റ്റോടെ അവർ വിഡ്രോ ചെയ്യണ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആണ് ബാങ്കിന്. ഒരു ഹോം ലോൺ എടുക്കണ ആളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഹോം ലോൺ ടെന്യൂർ ആണ്. അതേസമയം ബാങ്കുകളുടെ ഏറ്റവും വലിയ മിത്രം എന്ന് പറയുന്നതും ടെന്യൂർ ആണ്. എത്രത്തോളം ടെന്യൂർ കൂടണോ നമ്മുടെ അത്രത്തോളം പൈസ ബാങ്കിലേക്ക് പോകണം. അതുകൊണ്ട് നമ്മളൊരു ഹോം ലോൺ ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി ടെന്യൂർ എത്രത്തോളം കുറയ്ക്കുക എന്നുള്ളതാണ്. കൊല്ലം കൂടുന്തോറും നമ്മുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റും അതുപോലെ പൈസയും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഇൻട്രസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു പവർഫുൾ ടൂളാണ് EMIcalculator.net എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഹോം ലോൺ EMI കാൽക്കുലേറ്റർ. ഈ ഹോം ലോൺ EMI കാൽക്കുലേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിന്റെ വെബ്സൈറ്റിലുള്ള കാൽക്കുലേറ്ററിനേക്കാളും കുറേ വേരിയബിൾസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ നമുക്ക് ഹോമിന്റെ വാല്യൂ ഇടാം, ഡൗൺ പേയ്മെന്റ് പെർസെൻറ്റേജ് ഇടാം, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് ഇടാം, ടെന്യൂർ ഇടാം, ലോൺ ചാർജസ് ഫീസ് ഇടാം, സ്റ്റാർട്ട് ചെയ്യണ മന്ത് ഇടാം, വൺ ടൈം എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടാം, നമ്മുടെ ഈ സൺട്രി കോസ്റ്റുകൾ, പ്രോപ്പർട്ടി ടാക്സുകൾ ഇടാം, ഹോം ലോൺ ഇൻഷുറൻസ് ഇടാം, മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഇടാം. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ കാൽക്കുലേറ്റർ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മുടെ ഹോം ലോൺ വാല്യൂവും നമ്മൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റും നമ്മുടെ EMIയും എത്രയാണെന്നുള്ളത് കാണിച്ചു തരും. ഇത് ബാങ്കുകളുടെ വെബ്സൈറ്റിൽ കാണുന്ന കാൽക്കുലേറ്ററിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെയും റിയലിസ്റ്റിക്കും മച്ച് മോർ അഡ്വാൻസ്ഡ് കാൽക്കുലേറ്റർ ആണ്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ വേരിയബിൾസും ഈ കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ EMIയും ലോൺ റീപേയ്മെന്റ് സ്കെഡ്യൂളും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹോം വാല്യൂ 1 കോടി എൻ്റർ ചെയ്തു, ഡൗൺ പേയ്മെൻറ്റ് 30%, 30 ലക്ഷം. അപ്പോൾ ലോൺ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി 70 lakhs ആയിട്ട് കുറഞ്ഞു. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് 8.75 ഇട്ടു, ലോൺ ടെന്യൂർ 20, ചെറിയ ലോൺ ഫീസ്, വൺ ടൈം എക്സ്പെൻസസ് നമ്മുടെ സൺട്രി കോസ്റ്റ് നമ്മൾ ഇട്ടു 30%, പ്രോപ്പർട്ടി ടാക്സസ് 0.25, മന്ത്ലി മെയിൻ്റനൻസ് എക്സ്പെൻസസ് 4 രൂപ പെർ സ്ക്വയർ ഫീറ്റ്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ 4000 രൂപ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത് 68,360 ആണ്. അതിൽ 60,000 പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും. ഇനി നമ്മുടെ മൊത്തം ലോൺ ടെന്യൂറിൽ നമ്മൾ റീപേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 1 കോടി രൂപയുടെ വീട് നിങ്ങൾ 20 കൊല്ലത്തെ ഇൻട്രസ്റ്റ് അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മൊത്തം ചെലവ് എന്ന് പറയുന്നത് 2 കോടിക്ക് മുകളിലാണ്. ഈ 2 കോടിയിൽ ഒരു മേജർ പങ്ക് വഹിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റിൽ നിന്ന് വലിയ എഫേർട്ട് ഇടാതെ എങ്ങനെ ലക്ഷങ്ങൾ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ ഹോം ലോൺ റീപേയ്മെന്റ് സ്കെഡ്യൂൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2036 വരെ നമ്മൾ പ്രിൻസിപ്പളിനേക്കാളും കൂടുതൽ അടയ്ക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ടെന്യൂർ നിങ്ങൾ എത്ര പ്രീപേയ്മെന്റ് ചെയ്യണോ അത്രയും നിങ്ങളുടെ പ്രിൻസിപ്പളിലേക്കാണ് പോവുക. നേരെ മറിച്ച് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ പ്രീപേയ്മെന്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെന്യൂർ കുറയുമെങ്കിലും നമുക്ക് കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടാവില്ല. കാരണം ഓൾറെഡി മേജർ ചങ്ക് ഓഫ് ദി ഇൻട്രസ്റ്റ് നിങ്ങൾ അടച്ചു തീർന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഹാഫിൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന എമൗണ്ട് പ്രീപേ ചെയ്ത് പ്രിൻസിപ്പിൾ കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ ഹോം ലോൺ ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള ടിപ്സിൽ നമ്പർ 1 ടിപ്പ്
അതായത് ഫസ്റ്റ് ബേസിക് ടിപ്പ് യു ഷുഡ് ഡു ഇസ് ഗെറ്റ് എ ജോയിന്റ് ഹോം ലോൺ വിത്ത് യുവർ വൈഫ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 80C സെക്ഷൻ 24B പ്രകാരം നിങ്ങൾക്ക് 3.5 ലക്ഷം രൂപ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. അതിൽ 1.5 ലക്ഷം രൂപ പ്രിൻസിപ്പളും 2 ലക്ഷം രൂപ ഇൻട്രസ്റ്റും. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ 3.5 ലക്ഷം രൂപയെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ജോയിന്റ് ഹോം ലോൺ എടുക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും 3.5 ലക്ഷം രൂപ സേവ് ചെയ്യാം. അതായത് മൊത്തം 7 ലക്ഷം രൂപ. നിങ്ങളൊരു 30% ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഒരാളാണെങ്കിൽ യുവർ ഇയർലി സേവിങ്സ് വുഡ് ബി 2 lakh rupees. നിങ്ങൾ ഈ സേവ് ചെയ്യണ 2 ലക്ഷം രൂപ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ വാട്ട് ഐ ആം സജസ്റ്റിംഗ് ഇസ് യൂസ് ദിസ് 2 lakh ടു റെഡ്യൂസ് യുവർ ടെന്യൂർ. അതായത് നിങ്ങൾ ഈ സേവ് ചെയ്യണ 2 ലക്ഷം രൂപ എല്ലാ കൊല്ലവും പ്രീപേയ്മെന്റ് ഇനത്തില് ബാങ്കിന് തിരിച്ചടയ്ക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ കൊല്ലവും നിങ്ങളുടെ പ്രിൻസിപ്പിൾ 2 ലക്ഷം രൂപയ്ക്ക് കുറയും. ഇതിന്റെ ഇമ്പാക്ട് എത്രയാണെന്നുള്ളത് നമുക്ക് ഈ ഹോം ലോൺ കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ എടുത്തു, എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പ്രീപേയ്മെന്റ് ആഡ് പ്രീപേയ്മെന്റ് അമർത്തി, എന്നിട്ട് ഇയർലി നമ്മൾ 2 ലക്ഷം രൂപ ആഡ് ചെയ്തു. ഇയർലി 2 ലക്ഷം രൂപ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഇൻട്രസ്റ്റ് 78 ലക്ഷത്തിൽ നിന്ന് 41 ലക്ഷമായിട്ട് കുറഞ്ഞു. അതായത് ഓൾമോസ്റ്റ് 40 lakh rupees ആണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ഇനത്തിൽ സേവ് ചെയ്തത്. ഇനി ടെന്യൂർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 20 കൊല്ലത്തെ ഹോം ലോൺ 10 കൊല്ലമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സിമ്പിൾ ടിപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ 40 ലക്ഷം രൂപ സേവ് ചെയ്യുകയും ചെയ്തു, ലോൺ 10 കൊല്ലമായിട്ട് കുറയ്ക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് 50% ഓഫ് യുവർ ലോൺ ടെന്യൂർ. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് ഓഫ് ഫുൾ EMI ഡ്യൂറിങ് അണ്ടർ കൺസ്ട്രക്ഷൻ പീരീഡ്. അതായത് നിങ്ങളൊരു അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ബിൽഡറിൻ്റെ അടുത്ത് ബിൽഡർ പറഞ്ഞു ഇത് 2025 ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റ് ആണ്, 2028 ഹാൻഡ് ഓവർ കിട്ടുന്നു. അതായത് ഒരു 3 years പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ ആണ്. പക്ഷെ അവർ നമ്മളോട് പറയാണ് സാർ അത് പേടിക്കേണ്ട, ഓരോ സ്റ്റെപ്പായിട്ട് ഞങ്ങൾക്ക് പേയ്മെന്റ് തന്നാൽ മതി. ബാങ്കും അത് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് കണ്ടീഷൻസ് പ്രകാരം പ്രൊജക്റ്റിന്റെ ഓരോ സ്റ്റേജിലാണ് ബാങ്ക് ലോൺ ഡിസ്പേഴ്സ് ചെയ്യുക. ആ ഒരു കേസിൽ നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ബാങ്ക് ഡിസ്പേഴ്സ് ചെയ്ത എമൗണ്ടിന്റെ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും അടയ്ക്കാന്നുള്ളതാണ്. പക്ഷെ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകാർ പറയും, അല്ലെങ്കിൽ ബിൽഡർ പറയും, സാർ ഈ പീരീഡിൽ പ്രിൻസിപ്പൽ അടയ്ക്കേണ്ട, വെറും ഡിസ്പേഴ്സ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതി എന്ന്. അപ്പം നമ്മൾ സാധാരണക്കാരെ എന്ത് വിചാരിക്കുക, വളരെ നല്ല കാര്യം, ഫ്ലാറ്റ് കിട്ടുന്ന വരെ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് മാത്രം അടച്ചാൽ മതി, ഫ്ലാറ്റ് പണിത് കഴിഞ്ഞിട്ട് ഫുൾ EMI കൊടുത്താൽ മതി. നമുക്കപ്പോൾ ഈ അണ്ടർ കൺസ്ട്രക്ഷൻ പീരീഡിൽ വളരെ കുറച്ച് എമൗണ്ടേ നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ പോവുള്ളൂ. അതുകൊണ്ട് ഒരു വലിയ ബെനിഫിറ്റ് ആയിട്ടാണ് പലരും ഇതിനെ കാണുക. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീ EMIയിൽ നിങ്ങൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് നിങ്ങളുടെ ലോൺ പ്രിൻസിപ്പിൾ കുറയ്ക്കില്ല, നിങ്ങളുടെ ലോൺ ഇൻട്രസ്റ്റും കുറയ്ക്കില്ല. നിങ്ങൾ ഈ അണ്ടർ കൺസ്ട്രക്ഷൻ പീരീഡിൽ അടയ്ക്കുന്ന പൈസ മൊത്തം എക്സ്ട്രാ പൈസയാണ്. ഇറ്റ് ഗോസ് ആസ് ഇൻട്രസ്റ്റ്. മാത്രമല്ല എത്രത്തോളം കൺസ്ട്രക്ഷൻ നീങ്ങണു അത്രത്തോളം നിങ്ങളുടെ ലോൺ ടെന്യൂറും എക്സ്റ്റെൻഡ് ചെയ്യും. സോ 20 years അടയ്ക്കേണ്ട ലോൺ പ്ലസ് കൺസ്ട്രക്ഷൻ ടൈം അത് 4 കൊല്ലാണെങ്കിൽ യുവർ ടോട്ടൽ ഹോം ലോൺ പീരിയഡ് വുഡ് കം ടു 24 years. അപ്പൊ എൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് ഗോ ഫോർ പ്രീ EMI. ഇൻസ്റ്റെഡ് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾ ഡിസ്പേഴ്സ് ചെയ്ത പ്രിൻസിപ്പിൾ കൂടിയും ചേർത്തിട്ട് EMI അടയ്ക്കുക. അതിനെയാണ് ട്രാഞ്ച് EMI എന്ന് പറയുന്നത്. അത് ഓരോ ട്രാഞ്ചും ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും ചേർന്നിട്ടുള്ള EMI നിങ്ങൾ ബാങ്കിന് അടയ്ക്കുക. സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കം തൊട്ടേ ഫുൾ EMI അടയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ലാഭം 9 lakhs ഓഫ് ഇൻട്രസ്റ്റ് യു വിൽ സേവ് ജസ്റ്റ് ബൈ ഫോളോയിങ് ദിസ് ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം തോറും നമ്മുടെ ഇൻകം ലെവല് കൂടിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് 8 to 10% ഹൈക്ക്. നിങ്ങളുടെ ടേക്ക് ഹോമും 8 to 10% കൂടും. അപ്പോൾ നിങ്ങൾക്ക് നീഡ്സിനെ അലോക്കേറ്റ് ചെയ്യാനുള്ള എമൗണ്ടും 8 to 10% കൂടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹോം ലോൺ EMIയും 8 to 10% കൂട്ടണം. അതിന് പുറമെ എവറി കോർപ്പറേറ്റ് എംപ്ലോയി വുഡ് ഗെറ്റ് ആൻ ഇയർലി ബോണസ്. ആ ഇയർലി ബോണസ് ഇഫ് ഇറ്റ് ഇസ് 2 lakhs അതിൻ്റെ പകുതി 1 lakh
ആ 1 lakh നിങ്ങൾ എക്സ്ട്രാ ഒരു പ്രീപേയ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഹോം ലോണിലേക്ക് ആഡ് ചെയ്യണം. ഈ 2 ചേഞ്ച് വരുമ്പോൾ എങ്ങനെ നമ്മുടെ ഹോം ലോൺ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റർ ഇട്ടിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റർ തുറന്നു. ഞാനിവിടെ ആഡ് ചെയ്യാണ് മന്ത്ലി ഒരു 10%, ഒരു 6,000 റുപ്പീസ് മന്ത്ലി. പിന്നെ ഇയർലി 2 ലക്ഷത്തിന് പുറമെ, അതായത് നമ്മുടെ ടാക്സ് ബെനിഫിറ്റ് 2 ലക്ഷത്തിന് പുറമെ നമ്മൾ ഒരു 1 ലക്ഷം കൂടിയും ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇയർലി പേയ്മെൻറ്റ് 3 ലക്ഷം. ഈ ടിപ്പ് ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പിൾ റെഡ്യൂസ് ടു 36 lakhs. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൾസോ റെഡ്യൂസ് ടു 30 lakhs. നിങ്ങൾ സേവ് ചെയ്തത് എക്സ്ട്രാ 10 lakh റുപ്പീസ് ആണ് ഇൻട്രസ്റ്റ് ഇനത്തിൽ. അത് മാത്രമല്ല, നിങ്ങളുടെ ലോൺ ടെന്യൂർ 2036 2034 ആയി. 4ാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് എ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ. ഈ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ലോണിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പോ റേറ്റ് കൂടുന്നതും കുറയുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ഹോം ലോൺ റേറ്റ് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ കറന്റ് ഇൻ 2025 റെപ്പോ റേറ്റ്സ് ആർ അറ്റ് ഓൾ ടൈം ഹൈ. അതുകൊണ്ട് ഇനി കുറയാനാണ് ഈ കൊല്ലത്തെ പ്രഡിക്ഷൻ. അങ്ങനെ കുറയുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റും കുറയും. അപ്പോൾ ബാങ്ക് നിങ്ങളോട് പറയും, അതായത് സർ സെയിം ഇൻട്രസ്റ്റ് വെക്കണോ അതോ ഇൻട്രസ്റ്റ് കുറച്ചിട്ട് സെയിം ടെന്യൂർ വെക്കണോ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ടെന്യൂർ ആണ് നമ്മുടെ എനിമി. എത്രത്തോളം ടെന്യൂർ കുറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കും. ആ കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ബാങ്കിൻ്റെ അടുത്ത് പറയണം, ഇൻട്രസ്റ്റ് സെയിം വെച്ചോ, എൻ്റെ ടെന്യൂർ കുറച്ചു. ദാറ്റ് വേ യു വിൽ സേവ് അഡീഷണൽ ലാക്സ് ഇൻ ഇൻട്രസ്റ്റ്. 5ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ ലോൺ എടുക്കണു, നമ്മുടെ എല്ലാ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് യു സ്റ്റിൽ ഓ ദ ബാങ്ക് 70 lakhs ഇൻ ദ ഫോം ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ടിന് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് കിടന്നുറങ്ങിയ നാളെ എഴുന്നേക്കൊന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഡിയർ വൺസ് സഫർ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുകയാണെങ്കിൽ ആ ഹോം ലോൺ അടയ്ക്കാൻ നിങ്ങളുടെ വൈഫിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ ടിപ്പുകൾ ഇൻഡിവിജ്വലിയോ അതോ കൂട്ടമായിട്ടോ പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു 20-year ഹോം ലോൺ യു ക്യാൻ ഫിനിഷ് ഓഫ് ഇൻ ലെസ് ദാൻ 10 years. Hope you guys found a lot of value in this video. Thank you for watching. Have a great day. And if you really like my content, please do subscribe and share.